Hello guys! Welcome to my YouTube channel and the YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാമത് വീണ്ടും വരെ പാഡും പേപ്പറും പിടിച്ചിരുത്തിയിട്ടുണ്ട്. എക്സാം പാഡും പേപ്പറും പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്റെ ഹൂനസ്മി ബെറ്റർ ആണ് കേസ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഇന്നലെ കഴിച്ച പോലെ തന്നെ Who knows armies better? എന്നെ അറിഞ്ഞിട്ട് അറിയണം. ഇന്നറിയാം ആർക്ക് ഇടി കിട്ടുന്നു. പണിഷ്മെന്റ് ഉണ്ട് ഇന്ന് പച്ചമുളക്. എന്നിട്ടേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു നോട്ട് പാഡിലെല്ലാം എഴുതിയിട്ടുണ്ട്. ബുക്ക് മിനി ബുക്ക്. ഇത് ഫസ്റ്റ് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യനാ. എന്റെ ഫേവറേറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, വീട്ടിൽ പുറത്തു പോയി കഴിക്കണ ഫുഡ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഫേവറേറ്റ് ഫുഡ് എഴുതിയാ? ഒരെണ്ണ എഴുതാൻ പാടുള്ളൂ കേട്ടാ. ഒരെണ്ണ എഴുതാൻ പാടുള്ളൂ. ഉത്തരം പറയട്ടെ. രണ്ടാളും എഴുതിയില്ലേ? ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. തിരിക്കി നോക്കട്ടെ ഞാൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഫേവറേറ്റ് ടൈപ്പ് ഓഫ് കളർ ബ്രൈറ്റ് കളേഴ്സ് ആണോ പേസ്റ്റൽ കളേഴ്സ് ആണോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം? ബ്രൈറ്റ് കളേഴ്സ് ആണോ പേസ്റ്റൽ കളേഴ്സ് ആണോ കുറച്ചും കൂടി ഇഷ്ടം? പേസ്റ്റൽ കളർ എന്ന് പറഞ്ഞാ അല്ല, കുറച്ചും കൂടി വൈറ്റ് മിക്സ് ആയിട്ടുള്ള കളേഴ്സ് ഇല്ലേ, പീച്ച് മരിട്ട കളറുകൾ, അങ്ങനത്തെ. എഴുതിയാ? ഒരെണ്ണോട്ടാ, രണ്ടിലും ഒരെണ്ണം പറയട്ടെ. പേസ്റ്റല്. ഇത് കൊള്ളാലോ. പിന്നെ എനിക്ക് ഇപ്പോ ഫ്യൂച്ചറിലല്ല, ഇപ്പോ പോവാന് ആഗ്രഹമുള്ള സ്ഥലം, ഇപ്പോ ഫ്യൂച്ചർ പ്ലാൻ അല്ല, ഇപ്പൊ പോവാനായിട്ട് ആഗ്രഹമുള്ള സ്ഥലം. ഒരു ക്ലൂ തരാം. ഈ വെക്കേഷനോട് നമ്മൾ അങ്ങോട്ട് പോണതിനെ പറ്റി ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാനും പിന്നെ കുഞ്ഞാതി. എന്നിട്ട് അത് നിങ്ങളുടെ തമാശ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചായിരുന്നു. എഴുതിയ പോയിട്ട് വരുന്ന സ്ഥലം. കട്ടിയിലിട്ട് നോക്കട്ടെ. ഒരെണ്ണം എഴുതാൻ പാടുള്ളോ? ശരിയാ, വണ്ടർല. ഞാൻ ഈ ഇപ്രാവശ്യം വെക്കേഷൻ അങ്ങോട്ട് ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ 2 സ്ഥലം പറയും. അതില് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് പറയാം. ബീച്ചാണോ സ്വിമ്മിംഗ് പൂളാണോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം? ബീച്ചാണോ സ്വിമ്മിംഗ് പൂളാണോ എനിക്ക് കുറച്ചും കൂടി പോകാനായിട്ട് ഇഷ്ടം? അമ്മയുടെ ചെയ്യണ്ടേ? ബീച്ച് എന്ന് പറയുമ്പോഴേ നമുക്ക് കുറച്ച് നേരം കളിക്കാൻ പറ്റുള്ളൂ. സ്വിമ്മിംഗ് പൂളിലാകുമ്പോ എല്ലാവരും ഇറങ്ങി നമ്മൾ എൻജോയ് ചെയ്യണ ഒരു ടൈമല്ലേ, ലൈറ്റ് ആയിട്ട്. പിന്നെ ബീച്ച് നമ്മൾ എപ്പോഴും പോകണം. സ്വിമ്മിംഗ് പൂള എപ്പോഴും അങ്ങനെ പോണതല്ലേ.
പോണല്ലോ അത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊട്ടിന്റെ കളർ എഴുതിയ ബ്ലാക്ക് ആണ്. എഴുതിയേ. ഓക്കെ. മൈ ബെസ്റ്റ് അച്ചീവ്മെന്റ് എന്റെ മനസ്സിൽ ഞാൻ ബെസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എന്റെ ഫേവറേറ്റ് ടീച്ചർ സ്കൂളിലുള്ള അച്ഛൻ ടീച്ചർമാരുടെ പേര് എഴുതാൻ അറിയാത്തോണ്ട് അച്ഛൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ടീച്ചറുടെ പറഞ്ഞ പേരറിയില്ലല്ലോ. അമ്മയ്ക്ക് അറിയാം കുറെ ടീച്ചർമാരൊക്കെ പേര്. എന്റെ സ്കൂളിലുള്ള ഫേവറേറ്റ് സ്കൂളിൽ വേണ്ട, മൊത്തത്തില് സ്കൂൾ വേണ്ട, മൊത്തത്തില് നോക്കുമ്പോ ഉള്ള എന്റെ ഫേവറേറ്റ് ടീച്ചർ മൊത്തത്തില് ടീച്ചേഴ്സ്. പാട്ട് ക്ലാസ് ആവാം, ഡാൻസ് ക്ലാസ് ആവാം, സ്കൂൾ ആവാം. കുറച്ചും കൂടി ഫ്രണ്ട്സ് ആയിട്ട് ആവാനുള്ള ഒരു ടീച്ചർ. എഴുതി ഇല്ലേ? അതെ, ഒരാളുടെ പേര് എഴുതാൻ പറ്റില്ലോട്ടാ. അച്ഛന് ഇങ്ങനെ സ്ലാഷ് ഇട്ട് എഴുതി പോവാ. ഞാൻ രണ്ട് ടീച്ചർമാരുടെ പേര് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെ എഴുതിയാലും മാർക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സന്ധ്യ ടീച്ചറും ഒന്ന് ലിജി ടീച്ചർ. ലിജിന്റെ എന്ത് തോന്നുന്നു അച്ഛൻ ഉദ്ദേശിച്ചത്? ലിജി സിനിയല്ല. പിന്നെ എന്റെ ഫേവറേറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റ് എന്നിട്ട് മേക്കപ്പ് പ്രൊഡക്റ്റ് അമ്മക്ക് മനസ്സിലായില്ലേ? ഐഷാഡോ, കോമ്പാക്ട്, റൂഷ് അങ്ങനത്തെ സംഭവം. ഐഡിയ ലിപ്സ്റ്റിക്. ഓക്കെ. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് അവള് സിസ്റ്ററിന്റെ പോലെയാ. ശരിക്കും എനിക്കൊരു ചേച്ചിയുടെ പോലെയാ. ആരായിരിക്കും? എനിക്ക് ശരിക്കും സിസ്റ്ററിന്റെ പോലെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഓടാ വേണ്ട. സ്കൂളിലുള്ളത് ക്ലാസ്സിലുണ്ട്. ഒരുമിച്ച് പഠിക്കുന്നുണ്ടോ? ഫ്രണ്ട് എഴുത്. എഴുതിയ അമ്മ? അമ്മ എഴുതിയിട്ടില്ലേ? അമ്മ ഇല്ലല്ലോ. അത് അങ്ങനെ ഇങ്ങനെ പറയാ. പിന്നെ മൂന്നാമത്തെ അക്ഷരം, പിന്നെ നാലാമത്തെ, എട്ടാമത്തെ അക്ഷരം എഴുതിയ അച്ഛപ്പുറത്തൊരു കുഞ്ഞി എഴുതി. പിന്നെ ഒരു സംശയം നമുക്ക് പുണ്യം എഴുതിയില്ലേ? എന്റെ ഫേവറേറ്റ് ഒരു ബ്രാൻഡാണ്. പോൺസ് ആണോ ജോൺസൺസ് ആണോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം? പോൺസ് ആണോ ജോൺസൺസ് ആണോ? ജോൺസൺസ് ഒരു ബ്രാൻഡാണ്, പോൺസ് ഒരു ബ്രാൻഡാണ്. എഴുതിയാ?
കോൺസ്. അങ്ങനെ പറയരുത്, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചോദ്യത്തിന് ഓരോ ഷോർട്ടേജ് വന്നപ്പോ. മൈ ഫേവറേറ്റ് സബ്ജക്ട്. എഴുതിയാ? ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഒന്നും കൂടി ആലോചിച്ചും കണ്ടും ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇരുന്ന് പഠിക്കണ സബ്ജക്ട് അതാ. പഠിക്കാൻ സമയം എടുക്കും, എന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഴുതിയാ? അച്ഛൻ എഴുതിയാ? ആ മാർക്ക് എപ്പോഴും മാത്സ് സോഷ്യൽ സയൻസ് ഒക്കെ എനിക്ക് കുറെ ഫുൾ മാർക്ക് തന്നെ കിട്ടാറ്. അങ്ങനെ പറയുമ്പോ എല്ലാത്തിലും ആണ്, പക്ഷെ ഒരു സബ്ജക്ട് എഴുതാൻ പാടുള്ളൂ. അതാ പറഞ്ഞേ, പഠിക്കാൻ നല്ലോണം സമയം എടുക്കും. എഴുതിയാ? അച്ഛൻ ചോദിക്കുമ്പോ നീ ഇങ്ങനെ ക്ലൂ കൊടുക്കാണെങ്കിൽ പകുതി മാർക്ക് കൊടുക്കോളൂട്ടാ. ക്ലൂ വെച്ചിട്ട് പറയണതാണെന്ന്. ക്ലൂ കഴിഞ്ഞേ? സോഷ്യല്. പിന്നെ ആദ്യം സംസ്കൃതം എഴുതി, പിന്നെ മാത്സ് എഴുതി, പിന്നെ സോഷ്യൽ. പോട്ടെ. എന്റെ ഫേവറേറ്റ് ടൈപ്പ് കൈൻഡ് ഓഫ് ഡ്രസ് ട്രഡീഷണൽ ആണോ വെസ്റ്റേൺ ആണോ? മീൻസ് ജീൻസ്. ഇന്നലെ ചോദിച്ചിട്ടുണ്ടല്ലേ ചോദ്യം, ട്രഡീഷണൽ ആണോ അതോ ജീൻസും ടോപ്പും ആയിട്ടാണോ? എഴുതിയാ? വെസ്റ്റേൺ. സബ്ജക്ട് എഴുതി. എന്റെ ഒരു ഹോബി. ഹോബി എനിക്കൊരു ഹിഡൻ ഹോബി ഉണ്ട്. അല്ല ഹിഡൻ അല്ല, എല്ലാരും കേൾക്കണത്, എല്ലാരും കാണുന്നത്. അത് കാണുന്നതാണ്, കേൾക്കണതാണ്, അതൊക്കെ. എന്റെ കാഴ്ചയിൽ ഞാൻ കാണുന്നത് പറയില്ലേ, അധികം സമയമൊന്നും പറ്റില്ല. അത് കണ്ണിലേക്ക് നോക്കിയിട്ട് കാണുന്നത്. ഞാനതില് ഹോബിനെ എഴുതിയിട്ടില്ലേ? പാട്ട് പാടുക, വെറുതെ എഴുതി വായിക്കാൻ പാട്ടുകൾ പാടാം. ഉപ്പുമുളക് കാണുന്നൊരു ഹോബിയാണ് എന്റെ. ഹോബിയായിട്ട് എനിക്ക് തോന്നിയത്. പാട്ട് മാറിപ്പോയി. ഉപ്പുമുളക് കാണുന്നൊരു ഹോബിയാണ്. മാർക്കെടുത്തോ? എല്ലാം കഴിഞ്ഞു തോന്നുന്നു. 1 2 3 എത്ര എഴുതി? 13. 2 3 4. ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് എസ്തെറ്റിക് ആയിട്ടാണോ ഫ്ലോറൽ ആയിട്ടാണോ ഇഷ്ടം? എന്തിട്ടത് കുറച്ചും കൂടി ഇംഗ്ലീഷ് അറിയാത്തത്. എസ്തെറ്റിക് ആയിട്ടാണോ എനിക്ക് കുറച്ചും ഫ്ലോറൽ ആയിട്ടാണോ ഇഷ്ടം? ഫ്ലോറൽ എന്ന് പറയുമ്പോ എസ്തെറ്റിക് എന്ന് പറയുമ്പോ ഭയങ്കര ഇതുപോലത്തെ ഒരു ഇതൊക്കെ വെച്ച് അങ്ങനത്തെ വിന്റേജ് ലുക്കൊക്കെ പോലെ വരുന്ന സംഭവം. എസ്തെറ്റിക്. എന്റെ കഴിഞ്ഞ നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 മൊത്തം. ഫേവറേറ്റ് ആക്ടർ
ആക്ടർ മാത്രം മതി. ആക്ടർ. എന്തത് മോളുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? നിനക്ക് ആക്ടർ ഇപ്പൊ നീ ആലോചിച്ചുണ്ടാക്കിയത് ആ സംഭവം. നിനക്ക് ആക്ടർ ഇല്ല. നീ ഒരു ആക്ടർ പോലും ആക്ടർ കാര്യം പറഞ്ഞു കേട്ടിട്ടില്ല ഇവിടെ. പറയണമെന്നുണ്ടാ? മനസ്സിൽ വെച്ചാ പോരെ? മനസ്സറിയണം. ആക്ട്രസ് മാറ്റി തരണ? ആക്ട്രസും ഉണ്ട്. അല്ല ഞാൻ ഒരു ക്ലൂ തരാം. എന്റെ ഫേവറേറ്റ് ആക്ടറും ആക്ട്രസും തമ്മിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് അങ്ങനല്ല, അതൊരു കോമഡി റൊമാൻസ് ആയിട്ടുള്ള ഫിലിമാണ്. ഈ അടുത്ത ഒരു 2 കൊല്ലൊക്കെ ഉണ്ടോ ഇറങ്ങിയിട്ട്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ഇത്ര ക്ലൂ ഒക്കെ തരാൻ പറ്റുള്ളൂ. 2 കൊല്ലം 1 കൊല്ലൊക്കെ 1.5 കൊല്ലൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര എഴുതി കൂടെ? നസ്രിനും റീനുന്റെ പേര് അതറിയാം. അപ്പൊ തിരിച്ചു വന്നുകൊണ്ടാ മമിത മോഹൻദാസ്. മമിത പേരെഴുതി മാസം എനിക്കറിയാം. 15 ക്ലോസ് ചെയ്തു. സെപ്റ്റംബറിലാണ്. അല്ല ഓഫിയർ ആയിട്ടില്ല. എത്ര മാർക്കമ്മക്ക്? ഞാൻ ആരുടേതും കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ എന്റെ തെറ്റണ്ടേ? അത് നോക്കിയതാണ് ഞാൻ ആരായിട്ടാണ് എന്റെ തെറ്റണ്ടേ? അബ്ജാന്റെ നസ്രീൻ എന്ന് പറഞ്ഞ ആ പേര് തെറ്റാന്ന് എനിക്കറിയാലോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ആരാണ് ജയിച്ചത്? വന്നിരുന്ന് 13 മാർക്ക് മേടിച്ചില്ലേ? അപ്പൊ കഴിഞ്ഞു. കഴിഞ്ഞു. അതിന്റെ മാർക്ക് കാണിച്ചു കൊടുക്കാൻ. വെരി ഗുഡ് ഷിംന. കീപ് ഇറ്റ് അപ്പ്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? ഇന്നത്തെ ഗെയിമിൽ ഞാനാണ് കേട്ടോ ജയിച്ചത്. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലെയുള്ള കണ്ടന്റുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഇനി ആദിനെ ആർക്കാ കൂടുതൽ അറിയാന്നുള്ളതും എന്നെ എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നതായിരിക്കും മനസ്സിലാക്കേണ്ട അടുത്ത്. തെരിപ്പതി ചാലഞ്ച് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.